നമസ്കാരം. കേരള പോലീസിനെ ഒന്നടങ്കം പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ കേസുകളിലെ വിവാദ നായകൻ അർജുൻ ആയങ്കി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കോതമംഗലം SHA ഭീഷണിപ്പെടുത്തിയ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഒളിവിലിരുന്ന പോലീസുകാർക്ക് നേരെ കടുത്ത ഭീഷണി സന്ദേശവുമായി ആയങ്കി പുതിയ ഓഡിയോ ബോംബ് പുറത്തുവിട്ടത്. പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കുക, ഞാൻ കീഴടങ്ങില്ല എന്നാണ് അർജുൻ ആയങ്കിയുടെ പുതിയ വെല്ലുവിളി. സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ അർജുൻ ആയങ്കിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് നിരീക്ഷിച്ച കോടതി പ്രതി പുറത്തുണ്ടായാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കണ്ടെത്തിയിരുന്നു. കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ പ്രതിയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ ഊന്നുകൽ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നീക്കങ്ങൾ ഊർജിതമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് ഒളിവിലിരുന്നു കൊണ്ട് അർജുൻ ആയങ്കി ഊന്നുകൽ സ്റ്റേഷനിലെ SHAക്ക് നേരിട്ട് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഭീഷണി സന്ദേശങ്ങൾക്ക് തൊട്ടു മുൻപ് വരെ താൻ കീഴടങ്ങാമെന്ന് കാണിച്ച അർജുൻ ആയങ്കി CIക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു എന്നതാണ് ഏറ്റവും നാടകീയമായ വശം. ഹൈക്കോടതിയിൽ കീഴടങ്ങാനായിരുന്നു തന്റെ ആദ്യ പ്ലാനെന്ന് ആയങ്കി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്തിനിടയിൽ പോലീസ് തന്റെ കൂടെയുള്ള സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കണ്ടെത്തുകയും അവരെ നിരന്തരമായി വേട്ടയാടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അർജുന്റെ പുതിയ ആരോപണം. സുഹൃത്തുക്കളെ പോലീസ് വേട്ടയാടുന്നത് കൊണ്ടാണ് താൻ കീഴടങ്ങില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ആയങ്കി ഓഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി എന്തായാലും കീഴടങ്ങില്ല, ഇനി ജാമ്യം എടുത്തിട്ട് മാത്രമേ ഞാൻ പുറത്തിറങ്ങുകയുള്ളൂ എന്നും കൊടുക്കാനുള്ളത് സമയത്ത് തന്നെ കൊടുക്കുമെന്നും താൻ ഇതുവരെ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ടെന്നും വളരെ മാസ് ഡയലോഗുകളിലൂടെ അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ മെയ് മാസത്തിലാണ് സംഘടിത കുറ്റകൃത്യത്തിനായുള്ള ഗൂഢാലോചന കേസിൽ കോതമംഗലത്തെ ഒരു ആഡംബര റിസോർട്ടിൽ വെച്ച് അർജുൻ ആയങ്കിയെയും മറ്റ് 6 പേരെയും പോലീസ് സംഘം പിടികൂടുന്നത്. തുടർന്ന് 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് കോതമംഗലം SHOക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അർജുൻ ഭീഷണിക്കുറിപ്പ് പങ്കുവച്ചത്. പെൻഷൻ വാങ്ങി ശിഷ്ടകാലം നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അന്നത്തെ ഭീഷണി. ഇതിലാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. നിയമവ്യവസ്ഥയും കേരള പോലീസിനെയും ഇത്രയും പരസ്യമായി വെല്ലുവിളിക്കുന്ന അർജുൻ ആയങ്കിയുടെ ഒളിവ് ജീവിതം അധികം നീളില്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന. പ്രതിയെ വൈകാതെ തന്നെ പിടികൂടുമെന്ന് ഊന്നുകൽ പോലീസ് അറിയിക്കുന്നുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയുടെ ഒളിത്താവളം കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഒരു ഒളിവിൽ കഴിയുന്ന പ്രതിക്ക് എങ്ങനെയാണ് പോലീസിനെതിരെ ഇത്രയും പരസ്യമായ കൊലവിളി നടത്താൻ ധൈര്യം ലഭിക്കുന്നത്? അർജുൻ ആയങ്കിയുടെ ഭൂതകാലത്തിലേക്ക് നോക്കിയാൽ ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. കേവലം ഒരു ഭീഷണി കേസ് മാത്രമല്ല ഇതിന് പിന്നിൽ കേരളത്തിൽ നടക്കിയ വലിയ ക്രിമിനൽ നെറ്റ്വർക്കിന്റെ തന്നെ കഥയുണ്ട്. ഒരു കാലത്ത് കണ്ണൂരിലെ സജീവ DYFI പ്രവർത്തകനായിരുന്നു ഈ അർജുൻ ആയങ്കി. സൈബർ ഇടങ്ങളിൽ പാർട്ടിയുടെ വലിയ പോരാളിയായി സ്വയം ചമഞ്ഞിരുന്ന ആയങ്കി ആ പവർ ഉപയോഗിച്ചാണ് പിന്നീട് സ്വർണ്ണക്കടത്തിലേക്കും പ്രാദേശിക ക്വട്ടേഷൻ മാഫിയയിലേക്കും വഴിമാറുന്നത്. അർജുൻ ക്രിമിനൽ പശ്ചാത്തലവും അവിഹിത സമ്പാദ്യങ്ങളും ചർച്ചയായതോടെ പാർട്ടിക്ക് ഇയാൾ വലിയൊരു ബാധ്യതയായി മാറി. തുടർന്ന് CPMഉം DYFIയും ഇയാളെ പരസ്യമായി തള്ളിപ്പറയുകയും സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ പാർട്ടി പുറത്താക്കിയിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വിഭാഗം യുവാക്കളെ സ്വാധീനിക്കുവാൻ ഇയാൾക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പോലീസിനൊപ്പമുള്ള സൈബർ വിംഗ് അർജുൻ ആയങ്കിയുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കനത്ത നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. അർജുൻ ആയങ്കി ഈ ഓഡിയോ സന്ദേശം എവിടെയിരുന്നാണ് റെക്കോർഡ് ചെയ്ത് അയച്ചത് എന്ന് കണ്ടെത്തുവാൻ സൈബർ സെൽ IP അഡ്രസ്സുകൾ പരിശോധിച്ചു വരികയാണ്. കരിപ്പൂർ വിമാനത്താവള സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള വലിയ കേസുകളിൽ പ്രതിയായിട്ടും ജാമ്യത്തിലിറങ്ങി വീണ്ടും ഇത്തരം ക്വട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അർജുനെ സഹായിക്കുന്നത് ആരാണ്? കഴിഞ്ഞ മെയ് മാസത്തിൽ കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ വെച്ച് ഇയാളെ പിടികൂടുമ്പോൾ വലിയൊരു സംഘടിത കുറ്റകൃത്യത്തിനാണ് ഇയാൾ പദ്ധതിയിട്ടിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ പോലീസുകാരുടെ പെൻഷൻ കാലം സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനെ കേവലം ഒരു സാധാരണ കേസായി കാണാൻ കഴിയില്ലെന്ന് ആഭ്യന്തര വകുപ്പ് വിലയിരുത്തുകയാണ്. കോടതിയിൽ പോലും കസ്റ്റഡി അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അർജുന്റെ ഈ ഒളിച്ചുകളി എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും വരും മണിക്കൂറുകളിൽ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അർജുൻ ആയങ്കിയുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടെ പൊതുസമൂഹത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ തന്നെ വളരെ കനത്ത പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് ഉയർന്നത്. പോലീസിനെ ഇത്രയും പരസ്യമായി കൊലവിളി നടത്തുവാൻ ഒരു കുറ്റവാളിക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്.
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അർജുൻ ആയിങ്കിക്കെതിരെ വലിയ രീതിയിലുള്ള ട്രോളുകളും ജനരോഷവുമാണ് ഉയർന്നത്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഇങ്ങനെയുള്ള ക്രിമിനലുകളെ തല്ലിച്ചതയ്ക്കണമെന്നും കേരള പോലീസ് വിചാരിച്ചാൽ ഏത് ഒളിവ് കേന്ദ്രത്തിൽ നിന്നും ഇവനെ പൊക്കാൻ മിനിറ്റുകൾ മതിയെന്നും സാധാരണക്കാർ കമന്റുകളിലൂടെ പ്രതികരിക്കുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിയതിന്റെ പേരിൽ ഇയാളുടെ പെൻഷൻ കാലം സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നാണ് പൊതുജനങ്ങളുടെയും വികാരം. അതേസമയം നിയമം കയ്യിലെടുക്കുന്ന ഇത്തരം കൊട്ടേഷൻ രാജാക്കന്മാർക്ക് പിന്നിൽ ആരുടെയൊക്കെ രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന ചോദ്യം പൊതുജനങ്ങൾ ഉയർത്തുന്നുണ്ട്. പോലീസിനെതിരെയുള്ള ഈ ഭീഷണി കേവലം ഒരു ഉദ്യോഗസ്ഥന് നേരെയുള്ളതല്ല, മറിച്ച് കേരളത്തിലെ ക്രമസമാധാന നിലയ്ക്ക് നേരെയുള്ള വെല്ലുവിളി എന്നാണ് ഭൂരിഭാഗം ആളുകളും വിലയിരുത്തുന്നത്. മുൻപ് പല കേസുകളിലും പെട്ട് ജയിലിൽ കിടന്നിട്ടും അർജുൻ ആയിങ്കിയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ സംഭവം തെളിയിക്കുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുവാനും താനൊരു വലിയ മാസ് ലീഡറാണെന്ന് സോഷ്യൽ മീഡിയയിലെ അനുയായികളെ ബോധ്യപ്പെടുത്തുവാനുമാണ് ഒളിവിലിരുന്നു കൊണ്ട് ഇയാൾ ഇത്തരം ഓഡിയോകൾ റെക്കോർഡ് ചെയ്ത് വിടുന്നത് എന്നാണ് സൈക്കോളജിക്കൽ വിദഗ്ധർ പോലും വിലയിരുത്തുന്നത്. എന്നാൽ ഇത്തരം മാസ് ഡയലോഗുകൾ നിയമത്തിന് മുന്നിൽ വിലപ്പോവില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ കേരള പോലീസിനുണ്ട്. ഹൈക്കോടതി കനത്ത ഭാഷയിൽ ജാമ്യം തള്ളിയ സ്ഥിതിക്ക് ഒളിവിലിരിക്കുന്ന പ്രതിക്ക് സഹായം നൽകുന്ന സുഹൃത്തുക്കൾക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയർന്നത്. പ്രതിയെ ഒളിവിൽ പാർപ്പിക്കുന്നതിനും കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്ന പോലീസ് ഇതിനോടകം തന്നെ ആയിങ്കിയുടെ സുഹൃത്തുക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അർജുൻ ആയിങ്കിയുടെ ഈ വെല്ലുവിളി കേവലം ഒരു ശബ്ദ സന്ദേശത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ ആയിങ്കി ഈ കടുത്ത വെല്ലുവിളിയൊക്കെ തന്നെ പരസ്യമാക്കിയിരിക്കുന്നത്. തനിക്കെതിരെ കോതമംഗലം CI മനഃപൂർവ്വം കള്ളക്കേസ് ചുമച്ചതാണെന്നും ആ CIക്ക് ഇതിനുള്ള കൃത്യമായി പണി താൻ കരുതിയിട്ടുണ്ടെന്നുമാണ് അർജുൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം ഊന്നുകൽ പോലീസിന് പുറമെ കൊച്ചി സിറ്റി പോലീസിന് പ്രത്യേക ക്രൈം സ്ക്വാഡും ഈ അർജുൻ ആയിങ്കി കണ്ടെത്തുവാനായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അർജുൻ ആയിങ്കി ഒളിവിൽ പോയതോടെ ഇയാൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന റിസോർട്ട് മാഫിയകളെയും കൊട്ടേഷൻ ഗ്രൂപ്പുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. മെയ് മാസത്തിൽ ഇയാൾക്കൊപ്പം കോതമംഗലത്ത് നിന്ന് കസ്റ്റഡിയിലായ മറ്റ് 6 പേരെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയേക്കും. അർജുൻ ഒളിവിലിരുന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു എന്നതിനർത്ഥം ഇയാൾക്ക് സുരക്ഷിതമായ ഒരു ഒളിത്താവളവും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഒക്കെ ആരോ ഒരുക്കി നൽകുന്നു എന്ന് തന്നെയാണ്. ഇയാൾ ഉപയോഗിക്കുന്ന ഫോൺ സിമ്മുകൾ ആരുടെ പേരിലുള്ളതാണെന്ന് കണ്ടെത്തുവാൻ പോലീസ് BSNL, ജിയോ തുടങ്ങിയ കമ്പനികൾക്കൊക്കെ തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. പ്രതി വിദേശത്തേക്ക് കടക്കാതിരിക്കുവാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന കാര്യവും പരിഗണനയിൽ തന്നെയാണ്. മുൻപ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തിയ പശ്ചാത്തലത്തിൽ ഇയാൾക്ക് ഇത്തരം അതിർത്തി കടന്നുള്ള ഒളിച്ചുകളികൾക്ക് പ്രത്യേക നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് പോലീസും സംശയിക്കുന്നത്.